ഹലോ ഗേസ് പൂപ്പീസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, അപ്പം കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റപ്പോൾ ജനലൊക്കെ ഒന്ന് തുറക്കുന്ന പതിവുണ്ട്. ജനൽ തുറന്നപ്പോൾ നല്ല മഴ കേട്ടോ. മഴ പെയ്തത് പോലും അറിഞ്ഞിട്ടില്ല. ഞങ്ങളെ റൂമിൽ ഫാനിന് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ പുറത്തത്തെ ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. അപ്പം കുറച്ച് മഴ അങ്ങനെ നോക്കിയിരുന്നു പോയി. നേരെ പുറത്തെ ഡോറൊക്കെ തുറന്നു. അപ്പോൾ നല്ല മഴ നല്ല കാറ്റാണ് കേട്ടോ. ഇനി ഞാൻ ആദ്യം തന്നെ കിച്ചണിലേക്ക് പോയി ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷമാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റവ പുട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റായ ഒരു റവ പുട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റവൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇടാം കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് റവൻ്റെ അളവാട്ടോ കാണിക്കുന്നത്. അങ്ങനെ റവെല്ലാം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടുമ്പോൾ തന്നെ നമുക്കിത് നന്നാക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അതുപോലെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പത്തിരീൻ്റെ പൊടിയാണ് കേട്ടോ. ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഇടാം. പക്ഷെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ ഞാൻ നന്നാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിത് കുഴച്ചെടുക്കാൻ പോവാണ്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പുട്ടിന് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നാക്കി കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പം 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ രാവിച്ചു. ഇനി പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണ്. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുട്ടിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചെടുക്കുക. ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂണ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഏകദേശം രണ്ടും നല്ല അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പ്ലേറ്റിലേക്ക്. ഇനി ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടെ ഇതുപോലെ തന്നെ അടിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പൊടിയും ഞാൻ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം ആവശ്യമുള്ളവർക്ക് ഒന്നും കൂടെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം മതി കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. അത് ഞാൻ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇനി പുട്ടിൻ്റെ പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഈ കുറ്റിയിൽ ഞാൻ 3 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് പുട്ടിൻ്റെ തൂക്കിലേക്ക് വെച്ചെടുക്കാം. അപ്പം പുട്ടിന് ആവിയൊക്കെ വന്ന് ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് കുത്തിയെടുക്കാം കേട്ടോ. ഈ പുട്ട് നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ റവ ഒന്ന് മിക്സിയിലിട്ട് തേങ്ങ ഒക്കെ ഇട്ട് പൊടിച്ചെടുത്തുകൊണ്ട് തന്നെ ഒന്ന് നൈസായിട്ടാണ്
റവ ഉണ്ടായിരുന്നത്. അപ്പം ഒരു ഗ്ലാസ് റവയിൽ നിന്ന് എനിക്ക് ഒരു 5 കഷ്ണം പുട്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ പുട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കോമ്പിനേഷന് കടലിൻ്റെ കറി ഓർ ചെറുപയർ കറിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാക്കണില്ല. ഞാൻ എളുപ്പപ്പണി എടുക്കാൻ പഴം ഞാനൊന്ന് ദോശക്കല്ലിലിട്ടൊന്ന് നെയ്യിലിട്ട് വെറുതെ ഒന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതാ ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം, കാരണം ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. അങ്ങനെ നമ്മുടെ പഴമെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കൊണ്ടു തന്നതായിരുന്നു. അപ്പോൾ ഞാനിത് സംഭവം കാണിച്ചു തരാം. ഇത് കുറച്ച് ഹാർഡ് മൈരാട്ടോ ഇരിക്കുന്നത്. ഇതിൽ ജീരകം ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കിയത്, നല്ല ജീരകം. അപ്പോൾ നമ്മൾ പൊരിച്ച് കഴിഞ്ഞപ്പോൾ വെരി നൈസാണ് കേട്ടോ. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ വെറുതെ കഴിക്കാണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. കാരണം ഇതിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവാണ്. അപ്പം ഇനി ചായ കഴിക്കുമ്പോൾ വേണം കേട്ടോ. ഏകദേശം ഒരു 8 മണിക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാനിതാ പുട്ടും പപ്പടം പഴക്കം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് കൂട്ടി കഴിക്കണേ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം റവ ഒന്ന് വളരെ നൈസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി റവ പുട്ട് ഉണ്ടാക്കാൻ അറിയാത്ത ബിഗിനേഴ്സൊക്കെ ഉണ്ടാവും, അവർക്ക് ഇത് വെരി യൂസ്ഫുള്ളാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.